എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇതാണ്: സ്പെൻഡ് ലെസ് ടൈം ഫീഡിങ് യുവർ ഫ്ലഷ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫ്ലഷിനെ, ജഡത്തെ നിങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മനോരമ പേപ്പർ വായിക്കുന്നതൊക്കെ അതങ്ങനെ വായിച്ചു വരുന്നവർക്കൊരു ശീലമാണ്. മംഗളം, മനോരമ, ഇങ്ങനത്തെ മാപ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. എന്നാലും ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം നമ്മളാരും അത് വായിക്കുന്നില്ല. അതിൻ്റെ അകത്തൊന്നും രസം കണ്ടെത്തുന്നില്ല. ജഡത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് വായിച്ചുകൊണ്ടിരിക്കും. ഇത് വായിക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഇല്ല. പിന്നെയും അസമാധാനവും ദുരന്തങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജഡത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വളരെ ഇൻറ്റൻഷനലായിട്ട് നമ്മുടെ സ്പിരിറ്റിനെ, ആത്മാവിനെ ഫീഡ് ചെയ്യണം. വചനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് ദൈവസന്നിധി ചെലവഴിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പാവപ്പെട്ടവരെ സഹായിക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവം നമുക്ക് തരുന്ന നന്മയിൽ നിന്നൊരു ഓഹരി വിശ്വാസത്തോടെ മറ്റുള്ളവർക്കും കൊടുക്കുക.